അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ നോമ്പ് റാഹത്ത് തന്നെയല്ലേ? നമുക്ക് റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറി അടുപ്പും വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തുടക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. പാത്രമൊക്കെ പിന്നെ നമ്മൾ പെരച്ചൊക്കെ തന്നെ മോറി വെക്കും. പിന്നെ വീതനയൊക്കെ പെരച്ചൊക്കെ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെയും തുടക്കാനൊക്കെ ഉണ്ടാവും, കാരണം നമ്മളെ മക്കൾക്ക് ചായയൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ വീതലുമ്പോൾ പിന്നെയും ആകും, പിന്നെയും പാത്രം മോറാണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ തുടക്കാൻ ഇറങ്ങിയപ്പോഴാണ് കുറച്ച് പഴയതെടുക്കണേ അങ്ങനെ വിളിച്ചറിഞ്ഞ് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ നനച്ചുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പഴയതൊക്കെ ഉണ്ടായിനി, അതൊക്കെ കൊടുക്കാൻ വേണ്ടി ചാക്കിലാക്കി വെച്ചിരിക്കണേ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതാക്കണേ നമ്മൾക്ക് അയലോക്കത്തു നിന്ന് കുറച്ച് പഴം കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ പഴമുണ്ട്. അപ്പം അങ്ങനെ അതും അവിടെ വെച്ചു. പിന്നെ നമ്മൾ ദൂരമൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം മുസാഫൊക്കെ കൊതി എപ്പോഴും ഈ ഓതണം നിസ്കരിച്ചിട്ടൊന്നും കാട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടാത്തത്. പിന്നെ നമ്മൾ പിന്നെ തുറക്കാനെല്ലാം ഉണ്ടാക്കുകയാണ്, ചോറൊക്കെ നെയ്ച്ചോറൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ. അത് നമ്മൾ ഐഫാസ് കിച്ചണിൽ ഓള് പറഞ്ഞേ കേട്ടിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാൽ ഒരു പ്രത്യേക രസമാണ് പോലും കേട്ടോ ഈ നെയ്ച്ചോറിന്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് പിന്നെ നെയ്ച്ചോറ്റിൻ്റെ ഓല ഇട്ട് കൊടുത്തു. അങ്ങനെ വെച്ചിക്കണം കേട്ടോ. ഇനി അത് വിസിൽ വരട്ടെ. പിന്നെ ഇതാക്കണേ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണം. കേങ്ങും കൊണ്ടിട്ടൊന്ന് ചാറ്റിക്ക്. അപ്പം ഇറച്ചി വെക്കാം നമുക്ക്. അപ്പോൾ ഇതാക്കണേ ഞാൻ ഇറച്ചി മുറിച്ചാണ് കേട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡുമേ വെച്ചിക്കാണ്ട് ഇങ്ങനെ മുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ മുറിച്ചപ്പോൾ ഭയങ്കര ഗതിയാണ് കേട്ടോ. അപ്പോൾ കത്തിയും തന്നെ കുറച്ച് നല്ലോണം മൂർച്ചം കുറഞ്ഞേക്കണേ. അപ്പോൾ എന്നാൽ പിന്നെ കത്തി ഒന്ന് മൂർച്ചം കൂട്ടി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ട്, ഈ ഗ്ലാസ്സുമ്മേ വെച്ചിക്കാണ്ട് കത്തി മൂർച്ചം കൂട്ടിയല്ലേ നല്ല മൂർച്ചം കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ആ കത്തി ഒന്ന് മൂർച്ചം കൂട്ടി. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ ഈ അൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് ആൾക്കാർ വന്നിക്കണം കേട്ടോ. പുതിയ ആൾക്കാർ വന്നിക്കണേ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് തന്നെ നിർത്തേണ്ടി വരും. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിതാക്കണേ കട്ടിംഗ് ബോർഡും വെച്ച് മുറിച്ചപ്പോൾ വല്ലാത്തൊരു ഗതിയുടെ. അപ്പം ഞാനിതാക്കണേ നമ്മളെ അമ്മമാരൊക്കെ മുറിച്ച മാതിരി കത്തി ഒരു ചിരട്ടമ്മലൊക്കെ വെച്ച് നമ്മളെ തന്താൻ വിരലിൻ്റെ ഉള്ളിൽ കത്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ചുമ്പം എനിക്ക് നല്ല സുഖമാണ് കേട്ടോ. വേഗം മുറിച്ച് എടുക്കാൻ കഴിയും. അപ്പം ഞാനിതാക്കണേ പിന്നെ അങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാവുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ കത്തി നല്ല മൂർച്ച കൂട്ടിയും ചെയ്തിരിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ തന്നെ ഇനി മുറിച്ചെടുക്കണം. ഇപ്പോഴല്ല കട്ടിംഗ് ബോർഡൊക്കെ വന്നിരിക്കണത്. ചിലവർക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് കാണ്ട് മുറിച്ചാനേക്കാരും എളുപ്പട്ടോ വെച്ചെങ്കിൽ ഇച്ചിങ്ങനെ മുറിച്ചാനാണ് കേട്ടോ എളുപ്പം. നമ്മൾ പണ്ടത്തെ മാതിരിക്ക് തന്നെ അങ്ങനെ പോകും കേട്ടോ. പണ്ട് നമ്മളമ്മമാരൊക്കെ ഇങ്ങനെ കാട്ടിയതൊക്കെ ഇങ്ങനെ ഓർമ്മ ഉണ്ട്. അപ്പം നമ്മളും ആ ഒരു വൈക്ക് അങ്ങനെ പോകും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഇറച്ചിയൊക്കെ മുറിച്ച് നമ്മൾ കേകി വെച്ചു. അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊന്ന് നോക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിക്കണം കേട്ടോ നെയ്ച്ചോറൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിക്കണം. ഇനി നമുക്ക് ഇറച്ചിയൊക്കെ കേകി വൃത്തിയാക്കി വെക്കണം. ഇനി നമുക്ക് മസാല കൂട്ടണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഇന്ന് ഇറച്ചി വെക്കണത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞെടുക്കണം കേട്ടോ നമ്മളെ കുക്കർക്ക്. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് നമുക്ക് അങ്ങനെ ആണ് നമ്മളിന്ന് ഇറച്ചി വെക്കാൻ വിചാരിച്ചിരിക്കണത്. അപ്പം ഇന്ന് അടുപ്പത്ത് മൂട്ടണില്ല കേട്ടോ. ആദ്യം വല്ലുള്ളി ഇട്ട് കൊടുത്തു. ഇനി വല്ലുള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ട് നമുക്ക് കേങ്ങും തക്കാളി ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തേക്കണ്. ഇനി ഇങ്ങനെ ചാറ് വെച്ചാൽ എന്താണെന്നറിയോ, പിന്നെ നമുക്ക് തൂമിച്ചേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തൂമിച്ചണം കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിയാണല്ലോ നമ്മളെല്ലാവരും നോക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടാനും വേണ്ടി ലേശം ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്ത് 2 കരിവേപ്പിൻ്റെ തണ്ടെടുത്ത് വന്നിക്കണേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ കരിവേപ്പിൻ്റെ ഒന്നും ഇല്ലാതെ എന്തൊരു ഇറച്ചിക്കറിയില്ലേ. അപ്പം അങ്ങനെ നമ്മളെ തക്കാളിയും കേങ്ങും പാടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നല്ലോണം നമുക്ക് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കേങ്ങിട്ട് എന്താണെന്നറിയാം, ചാറ്റിൻ്റെ ഒരു കുറുകലമാണ്. നെയ്ച്ചോറല്ലേ, കുറേ വെള്ളം പറ്റില്ല മക്കൾക്ക്. ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ കുറേ ചാറും വേണം, എന്നാൽ പറ്റ കുറുന്നനാവും വേണം. അങ്ങനെയാണ് കേട്ടോ ഓരോ പരിപാടി. അപ്പോൾ ഞാനിന്ന് വേകാനും വേണ്ടി പെട്ടെന്നൊന്ന്
വെന്തിട്ടാനും വേണ്ടി നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വേഗം ഉടഞ്ഞ് കിട്ടാനും വേണ്ടി ഒന്ന് നമ്മളെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിയൊക്കെ വേഗം ഉടഞ്ഞ് വന്നു. പിന്നെ നമുക്ക് ലേശം മുളകും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടായിനി അതും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കണം അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇനി ഈ നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളം ചുവറ്റിപ്പാരും ചെയ്യാം. അങ്ങനെ ഒരു തുള്ളി നമ്മൾ ആ എവിടെയും ബാക്കി വെക്കാതെ ഒക്കെ കണ്ടിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ ഇട്ട് കൊടുക്കൂ. പിന്നെ നമുക്ക് മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, ഇറച്ചിക്ക് മല്ലിപ്പൊടി വേണം, എന്നെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. കോഴിക്കൊക്കെ നുള്ളു മതി, ഇറച്ചിക്ക് അതിനും വേണ്ടി കുറച്ച് തോനമാണ് കേട്ടോ. പിന്നെ നമ്മൾ പെരിഞ്ചീരകം ഇടാഞ്ഞാലും ഒരു കൊണസും ഉണ്ടാവില്ല നമ്മളെ ഇറച്ചിച്ചാറ്. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ ഇറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നും കൂടി ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ചൊറുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേകി വെള്ളത്തിലിട്ട് വെച്ച നമ്മളെ ഇറച്ചി ഒന്ന് 2 കജ്ജ് കൊണ്ടൊന്ന് എടുത്ത് ഒന്ന് പീഞ്ഞിട്ട് നമുക്ക് നമ്മളെ കുക്കർ കണ്ടിട്ട് കൊടുക്കാം. കുക്കറിൽ വെച്ചാൽ വലിയൊരു ചാതൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെച്ചെങ്കിൽ നമ്മളെ മണ്ണും ചട്ടിയിലുണ്ടല്ലോ അടുപ്പത്ത് കടന്നിങ്ങനെ തിളച്ച് വെന്താലുണ്ടല്ലോ അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു ചാതും എന്താണെന്നറിയോ. അത് പടച്ചോനെ നോൻപ് പറ്റിക്കാണ്ട് വെള്ളം ഇറക്കുകയാണ്. നോൻപ് മുറിഞ്ഞോ ആവോ അപ്പോൾ അതാക്കണേ അത് നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മളെ വിറകടുപ്പിൽ വെച്ച് കാണ്ട് പിന്നെ ചാറുണ്ടാക്കാനൊക്കെ എന്തുണ്ടാക്കിയാലും രസമാണ്. അപ്പോൾ നമ്മൾ ഉപ്പുണ്ടോ നോക്കി, പക്ഷേങ്കിൽ നമ്മളത് തുപ്പിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് നോമ്പില്ലേന്നൊക്കെ. നമ്മളിങ്ങനെ ഒന്ന് നാമക്കും, എന്നിട്ട് പിന്നെ നമ്മളൊന്നുകൊണ്ട് തുപ്പും, എന്നിട്ട് കുലുക്കുഞ്ചും, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ എങ്ങനെ ഉപ്പുണ്ടോയെന്നൊക്കെ അറിയണതില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം കാട്ടല്ലേ. ചിലപ്പോൾ അങ്ങോട്ട് ഇടുമ്പോൾ കമ്മട്ട ഇക്കാരം, അത് ചിലപ്പം കുറവ് ഇക്കാരം, ചിലപ്പോൾ കൂടുതൽ ഇക്കാരം. അപ്പോൾ ഇങ്ങനെ കാട്ടണ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് തൊട്ട് നാമച്ചിക്കാണ്ട് പിന്നെ പോയി തുപ്പി കുലുക്കുഞ്ഞണ് അങ്ങനെ എല്ലാവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താട്ടി നമ്മളെ വീതനയൊക്കെ പിന്നെയും തുടക്കാനായിക്കണം കേട്ടോ. അങ്ങനെ അടുപ്പം വീതനയൊക്കെ പിന്നെയും തുടച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ നമുക്ക് നമ്മളെ ചാറ് ഒരു 2-3 വിസിൽ വന്ന് നമുക്ക് മാങ്ങാം. അപ്പോൾ അതാക്കണ കേങ്ങൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മളെ ചാറിന് കുറച്ച് കുറുന്നനെ കണ്ടിട്ടാണ്. ഇനി ഇതിലേറെ കുറുന്നനമാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കേങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെയ്ച്ചോറും ഇറച്ചിച്ചാറും പിന്നെ പപ്പടം പൊരിച്ചതുമാണ് കേട്ടോ. അപ്പം പപ്പടം പൊരിച്ചല്ലാതെ എന്താല്ലേ പപ്പടം തേങ്ങാച്ചോറ്റിക്ക് അതേ പറഞ്ഞ മാതിരി നെയ്ച്ചോറ്റിക്ക് ഒക്കെ പപ്പടം വേണം, അപ്പോഴാണ് നല്ലൊരു രസം. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ പപ്പടവും ആയിട്ടോ. അങ്ങനെ പപ്പടം റെഡിയായി. പിന്നെ ഇനി നമുക്ക് നമ്മളെ ചാറുണ്ടല്ലോ അത് ഇനി തൂമിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പപ്പടം റെഡിയായി. ഞാൻ പപ്പടമൊക്കെ മൂടി വെച്ചു. പിന്നെ ചാറ് പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പം ഇനി കുറച്ചും കൂടി കുറുന്നനെ വേണമെന്ന് വെച്ചെങ്കിൽ നമ്മളെ കേങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടി കുറുന്നനെയാവും. അപ്പം അങ്ങനെ ചോറായി ചാറായി. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെട്ടി അപ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ മുന്തിരിയും വത്തക്ക ഉണ്ടായിനി, പിന്നെ സമൂസൻ്റെ പോലെ ഉണ്ടായിനി, വെള്ളം കലക്കി. അപ്പം അതൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ നാളെ വരണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.